കട്ടകാലം പിടിച്ചവൻ്റെ അണ്ണാക്കിൽ കൊട്ടകയിലിരിക്കുക പറഞ്ഞ ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ ഈ ചെക്കിന് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ റെഡിയാക്കാൻ കൊടുത്തിട്ടുള്ള ഒരു ഫോൺ ഇവൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണുകൊണ്ട് ഡിസ്പ്ലേ പൊട്ടി. ഇതാണിപ്പോൾ അവസ്ഥ. എന്തായാലും ഡിസ്പ്ലേ പുതിയത് എന്തായാലും ഇട്ട് കൊടുക്കണമല്ലോ. നമ്മളെ വിശ്വസിച്ചൊരു കസ്റ്റമർ നമ്മളെടുത്ത് തന്നൊരു ഫോണാണ്. എന്തായാലും ഫോണിൻ്റെ ഒരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഫോൺ റീസ്റ്റാർട്ടിങ് തന്നെ വിവോ എന്ന് വരും, അതേപോലെ ഓഫ് ആവും, വീണ്ടും ഓൺ ആവും, വിവോ എന്ന് വരും, അതേപോലെ ഓഫ് ആവും. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ബാറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കമ്പോണൻസിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വരാറുള്ളത്. അങ്ങനെ ആ കംപ്ലയിൻ്റൊക്കെ നമ്മൾ റെഡിയാക്കി ഈ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എൻ്റെ മൂത്താപ്പാൻ്റെ മോനാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഷോപ്പ് എൻ്റെ സുഹൃത്തിൻ്റെ ഷോപ്പും കൂടിയാണ്. നമുക്ക് നാട്ടിൽ വരുമ്പോൾ എന്ത് വർക്കോ കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മളെ ഈ സുഹൃത്തിൻ്റെ ഷോപ്പിൽ വന്നുകൊണ്ട് നമുക്ക് റെഡിയാക്കാം. എല്ലാ കാര്യത്തിലും എല്ലാ രീതിയിലും നമുക്ക് നല്ല സപ്പോർട്ടാണ് ഈ ഷോപ്പിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ഫോൺ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെഡിയാക്കിയിട്ട് ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട്. ആ റീസ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂ കാര്യങ്ങളില്ല. അവസാനം നമുക്ക് ആ പൊട്ടി ഡിസ്പ്ലേ എന്തായാലും നമുക്ക് മാറ്റി കൊടുക്കണം. കസ്റ്റമർ നമ്മളെ വിശ്വസിച്ച് തന്നൊരു ഫോൺ ആയതുകൊണ്ട് തന്നെ ആ വിശ്വാസം നമ്മൾ നിലനിർത്തണം. അങ്ങനെ ഈ ഒരു ഡിസ്പ്ലേക്ക് വലിയ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളില്ല. ഇതിൻ്റെ ഗ്ലാസ് മാത്രമേ പൊട്ടുള്ളൂ, ടച്ചും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈ ഒരു മഹാനാണ് ആ ഒരു പൊട്ടിച്ച ഒരു വലിയ മഹാന്. പാവം എന്താ വെച്ചാൽ അറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചതല്ല. എൻ്റെ ബാഗ് എന്ത് ചെയ്തു, എൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് അപ്പുറത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ടതാണ്. പക്ഷേ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ എന്ത് ചെയ്തു, വർക്ക് കംപ്ലീറ്റ് ആക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ ഒരു നെയ്മർ ഫാനാണ് തോന്നുന്നത്. ഞാനൊരു മെസ്സി ഫാനാണ് കേട്ടോ.